ഓക്കെ, സ്പെൻസറിലാണ് നമ്മൾ നിർത്തിയെന്ന് തോന്നുന്നു. ജോൺ ഡ്യൂയിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ജോൺ ഡ്യൂയി ഒരു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വ്യക്തിയാണ്. പ്രത്യേകിച്ച് പ്രാഗ്മാറ്റിസം പോലുള്ള ഒരു വലിയ എഡ്യൂക്കേഷണൽ ഫിലോസഫി എസ്റ്റാബ്ലിഷ് ചെയ്ത ആളെന്ന രീതിയിൽ പ്രായോഗികവാദം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ പല മേഖലകളിലും അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം. അദ്ദേഹം ഒരു അമേരിക്കയിലെ ബർലിംഗ്ടണിൽ ആണ് അദ്ദേഹം ജനിച്ചത്. ഒരു ഫിലോസഫർ ആയിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഈ ഒരു ആദ്യഘട്ടത്തിൽ ഫിലോസഫേഴ്സിനാണ് വലിയ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ദർശനത്തിനകത്ത് അവര് മറ്റു തരം ഫിലോസഫികൾ, മിക്കവാറും അത്തരം ഫിലോസഫിയൊക്കെ എത്തിക്സുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റ് എപ്പിസ്റ്റമോളജിക്കലായ മേഖലകളിലുള്ള ഫിലോസഫിക്കാണ് അവരുടെ ഒരു രാഷ്ട്രതന്ത്ര തുടങ്ങിയ പൊളിറ്റിക്സ് പോലുള്ള മേഖലകൾ, പൊളിറ്റി പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രാപഞ്ചിക ദർശനം പോലെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എഡ്യൂക്കേഷനെ കാണുന്ന രീതിയാണ് ഇതുവരെ പറഞ്ഞ പല ഫിലോസഫേഴ്സിനും ഉണ്ടെങ്കിൽ ക്രമേണ ഈ ഫിലോസഫിയുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് സൈക്കോളജിയുടെ മണ്ഡലത്തിലേക്ക് ഈ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ ടേണിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ കൂടി ജോൺ ഡ്യൂയി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു, മനഃശാസ്ത്രകാരനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായിരുന്നു. അദ്ദേഹം ഈ അധ്യാപകനായിരുന്നു. പ്രായോഗികവാദം എന്ന് പറയുന്ന സവിശേഷമായ ഒരു ഫിലോസഫിയുടെ അല്ലെങ്കിൽ ഒരു സമീപന രീതിയുടെ തന്നെ ഒരു സ്ഥാപകൻ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഈ ആശയങ്ങൾ ആശയതലത്തിൽ നിന്ന് മാറിക്കൊണ്ട് അതിന്റെ പ്രായോഗിക ഫലങ്ങളും അതിന്റെ പ്രവൃത്തി മണ്ഡലവും പ്രയോജനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം. ആശയങ്ങളായി നിലനിർത്തുകയല്ല, മറിച്ച് ആശയങ്ങൾ അതിന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നുകൊണ്ടും പ്രായോഗിക ഫലങ്ങളിൽ നിന്നുകൊണ്ടും പ്രയോജനങ്ങളിൽ നിന്നുകൊണ്ടും വിലയിരുത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എംപിരിക്കൽ ആയിട്ടുള്ള ഒരു തരം ലേണിംഗ് എന്ന് പറയുന്ന അനുഭവാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം, അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്തു പഠിക്കുക എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒക്കെ ഒരു ആചാര്യനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങളിൽ വരെ നമ്മുടെ ഈ പെഡഗോജിയുടെ മെത്തേഡുകളിലെ ഒരു ഘട്ടം എന്ന് നമ്മൾ പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്ന ഏതാണ്ട് 1990 വരെ പ്രബലമായിട്ടുള്ള ഒരു ഇന്നും കേരളം പോലുള്ള പ്രദേശങ്ങളിലെ നമ്മുടെ കരിക്കുലത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്ന ഒരാശയമാണ്. അപ്പൊ ആ ആശയം വരെയുമുള്ള നമ്മുടെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളെയും അല്ലെങ്കിൽ രീതിശാസ്ത്രത്തെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള സംഗതിയാണ് ഈ പറയുന്ന എംപിരിക്കലായ അനുഭവാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നൊക്കെ പറയുന്ന എക്സ്പെരിമെന്റൽ ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നൊക്കെ പറയുന്ന തരം ആശയങ്ങൾക്കകത്തൊക്കെയും ഈ ജോൺ ഡ്യൂയിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, 2000 ഒക്കെ ആകുമ്പോഴേക്കും പോസ്റ്റ് മെത്തേഡ് പെഡഗോജി എന്നൊക്കെ പറയുന്ന പുതിയ പെഡഗോജിയിലേക്ക് ലോകം എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വരെ എന്ന് പറയാനുള്ള കാരണം. എന്തായാലും ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ആയിരുന്നു. എന്നല്ല, പ്രാഗ്മാറ്റിസം ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിന്താധാര എന്ന് പറയുന്നത്. അത് ജീവിതത്തിന് ജീവിതായോധനത്തിന് മനുഷ്യനെ പ്രാപ്തമാക്കുക അല്ലെങ്കിൽ ജീവിത നൈപുണികൾ നേടിയെടുക്കുക എന്നുള്ള തരത്തിലേക്ക് അതിൻ്റെ ഒരു യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപകരണവാദപരമായ ഒരു സങ്കല്പമല്ല ഡ്യൂയിക്ക് ഉണ്ടായിരുന്നു. മറ്റ് ജീവിതം തന്നെയാണ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ നേരത്തെ അനുഭവാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ശിശു കേന്ദ്രിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് എന്നൊക്കെ പറയുന്ന റൂസോ തൊട്ട് തന്നെ ആ ഒരു ആശയം, ഐ ആം ഡിഫറെന്റ് എന്ന് പറയുന്ന ഒരു ആശയം, ഇൻഡിവിജ്വലിസത്തെ സംബന്ധിച്ച ആശയങ്ങളൊക്കെ യൂറോപ്യൻ വെസ്റ്റേൺ
ഫിലോസഫിയിൽ വളരെ പ്രബലമാവുന്നുണ്ട് നമുക്കറിയാം. ആ ഘട്ടം തൊട്ട് തന്നെ ഈ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, ശിശു കേന്ദ്രിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനം വളരെ പ്രധാനമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും അവരവരുടെ ആവശ്യങ്ങൾക്കും കഴിവുകൾക്കും അതുപോലെ അഭിഭാവങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് വികസിക്കാൻ ഉള്ള പൂർണ്ണമായ ഒരു അവസരവും അതുപോലെ എൻവയോൺമെന്റും അതിൻ്റെ ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്രീഡവും ലിബർട്ടിയും സ്വാതന്ത്ര്യവും നൽകണം എന്ന് പറയുന്നതാണ് ജോൺ ഡിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായ വിദ്യാഭ്യാസം, അയവുള്ള തരം വിദ്യാഭ്യാസം, ചലനാത്മകമായ വിദ്യാഭ്യാസം തുടങ്ങിയ ആശയങ്ങളൊക്കെ നമുക്ക് ജോൺ ഡിയുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഡെമോക്രാറ്റിക് സ്കൂൾ എൻവയോൺമെന്റ് ആണ് അദ്ദേഹം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് വിദ്യാഭ്യാസം ജീവിതം തന്നെയാണ് എന്നുള്ള അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയും. അപ്പോൾ അദ്ദേഹം ഈ സ്കൂളിനെ കണ്ടത് വിദ്യാലയം എന്ന് പറയുന്നത്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ സൊസൈറ്റിയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു കുഞ്ഞു മാതൃകയാണ് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയങ്ങളൊക്കെയും സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നതാവണമെന്നും വിദ്യാർത്ഥികളെ ഈ പറയുന്ന പോലെ സാമൂഹ്യ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ലക്ഷ്യമാകണമെന്നും സമൂഹം നിലനിൽക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള സഹകരണം അഥവാ ഈ സാമൂഹിക പങ്കാളിത്തം അല്ലെങ്കിൽ സോഷ്യൽ ഇടപെടലുകൾ, സാമൂഹികമായ ഇടപെടലുകൾ, ജനാധിപത്യ മൂല്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കകത്ത് നിർബന്ധമായും വേണം എന്നും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ലേണിംഗ് ബൈ ഡൂയിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ അനുഭവാധിഷ്ഠിത പഠനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറയണ്ടായി. അതോടൊപ്പം തന്നെ റിഫ്ലക്സീവ് ആയിട്ടുള്ള തോട്ട് എന്ന് പറയുന്നത്, പ്രതിഫലനാത്മകമായ ചിന്ത എന്ന് പറയുന്നതും വിമർശനാത്മകമായ അന്വേഷണം, ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ വിമർശനാത്മകമായ ചിന്തയ്ക്കും വേറെ ഇൻസ്ട്രക്ഷനിസത്തിലൂടെ ആശയങ്ങൾ ഉരുവിട്ട് പിടിക്കുന്നതിന് പകരം ഈ പറയുന്ന അധ്യാപകൻ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ അവനവൻ ഈ പറഞ്ഞ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് അവനകത്ത് തന്നെ അതിന് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചിന്തകളും തന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇതിനൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഫലനാത്മകമായ ചിന്തയും അന്വേഷണവും ആ വഴിക്ക് ഈ സെൽഫ് റിലയൻസ് എന്നൊക്കെ പറയുന്നത് സ്വന്തമായി സത്യം കണ്ടെത്തുക എന്ന് പറയും. വിദ്യാർത്ഥികൾ സ്വയം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് സ്വന്തമായി സത്യം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാകണം. പരീക്ഷണങ്ങളെയും അതുപോലെ തന്നെ സ്വന്തം അനുഭവത്തിലൂടെ ജ്ഞാനം ആർജിക്കുന്നതിനുള്ള വഴികളെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം അധ്യാപകന്റെ സമീപനം എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ വളരെ അയഞ്ഞ എന്താ പറയാ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എന്നാൽ ഏറ്റവും പ്രസക്തമായ, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു കരിക്കുലമാണ്, ഒരു പാഠ്യപദ്ധതിയാണ് ഉണ്ടാകേണ്ടത് എന്നും അത് കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും കഴിവുകൾക്കനുസരിച്ചും ജീവിതത്തിലെ യഥാർത്ഥ ആവശ്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ കരിക്കുലമാകണം. അത് റിജിഡായിരിക്കരുത്. ഈ മാറുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ പരിസരവുമായി ബന്ധപ്പെട്ട് പ്രായോഗികമായ പ്രയോജനം ഉണ്ടാകുന്നതും സാമൂഹികമായ ഒരു തരം കാര്യക്ഷമതയെയും അതുപോലെ ജീവിത നൈപുണികളെയും ഒക്കെ വികസിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അതിന് ശ്രദ്ധ യൂന്നുന്ന ഒന്നായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ പലതരം ഈ പറഞ്ഞ ക്ലാസ് റൂം ടെക്നിക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ ലേണിംഗ് പ്രാക്ടീസസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്കുകൾ നൽകുക എന്ന് പറയുന്ന സാമൂഹ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നപരിഹാര രീതി എന്നൊക്കെ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്, ഈ പറയുന്ന മെത്തേഡിനകത്തൊക്കെയും ഈ ഡ്യൂയിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ജനാധിപത്യ ആദർശം എന്ന് പറയുന്നത്, സഹകരണം എന്ന് പറയുന്നത്, സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഇതിനൊക്കെ അതുകൊണ്ട് തന്നെ ഇത്തരം സമത്വാധിഷ്ഠിതമായ വിദ്യാലയം, ആ വിദ്യാലയത്തിനകത്ത് അധ്യാപകൻ ഒരു ഡിക്റ്റേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ആയിട്ടോ അല്ലെങ്കിൽ അല്ല പെരുമാറേണ്ടത്. എന്ന് വെച്ചാൽ അയാൾ ഒരു ഗൈഡോ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആയിട്ട് അദ്ദേഹം പെരുമാറേണ്ടത് എന്ന് പറയുന്ന ഒരു സഹായിയായിട്ടാണ് അദ്ദേഹം പെരുമാറേണ്ടത് എന്നും വിദ്യാർത്ഥികളുടെ ഈ ഒരു സജീവമായ പഠനത്തെയും സ്വയം വികാസത്തെയും പിന്തുണയ്ക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് വർക്കുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറയണ്ടായി. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വളരെ പുരോഗമനാത്മകവും ജനാധിപത്യ സ്വഭാവത്തിലുമുള്ള ഒരു ആധുനിക ബോധന ശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തതിൽ പ്രധാനിയാണ് എന്നുള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസ ദർശനത്തിനകത്തുള്ള ഏറ്റവും ആധുനികമായ ഒരു സമീപനമായിട്ടാണ് ജോൺ ഡ്യൂയിയെ നമ്മൾ പറയുന്നത്. ജോൺ ഡ്യൂയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം.
ഓക്കെ, ഡ്യൂയിയുടെ വിദ്യാഭ്യാസ ദർശനം ഏത് ചിന്താധാരയുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? വളരെ പ്ലെയിൻ ആയ ഒരു ചോദ്യമാണ്. നേരത്തെ കേസിൽ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന വ്യത്യസ്തമായ സ്കൂൾ ഓഫ് തോട്ടുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന ദർശന മണ്ഡലങ്ങളെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ്. ഐഡിയലിസം ഉണ്ട്, പ്രാഗ്മാറ്റിസം ഉണ്ട്, റിയലിസം ഉണ്ട്, എക്സിസ്റ്റൻഷ്യലിസം ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. പ്രായോഗികവാദം എന്ന് പറയുന്ന, ചില ആളുകൾക്ക് പ്രയോജനവാദം എന്ന് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രായോഗികവാദം എന്നാണ് നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. യൂട്ടിലിറ്ററിസമാണ് പ്രയോജനവാദം എന്ന് പറയുന്നത്. ഓക്കെ, ഡൂയി പ്രോത്സാഹിപ്പിച്ച പഠന രീതി ഏതായിരുന്നു? പലതരം പഠന രീതികൾ നമ്മൾ ഇതിനകത്ത് അടുത്ത ദിവസം മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പ്രഭാഷണങ്ങളുണ്ട്, അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള പഠനമുണ്ട്, ഈ പറയുന്ന ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ ചെയ്തു പഠിക്കുന്ന രീതി, പ്രോജക്ട് മെത്തേഡ് ഉണ്ട്, കേട്ടെഴുത്തിന്റെ രീതിയുണ്ട്, ഈ പറയുന്ന മെമ്മറൈസേഷൻ എന്നൊക്കെ പറയുന്ന മനഃപ്പാഠമാക്കുന്ന രീതിയുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ അതിന്റെ ഉത്തരം കണ്ടതാണ് ആൾറെഡി തന്നെ. ചെയ്തു പഠിക്കലും പ്രോജക്റ്റ് രീതിയുമാണ് ഡൂയി പ്രോത്സാഹിപ്പിച്ച പഠന രീതി എന്ന് പറയുന്നത്. ഓക്കെ, ജോൺ ഡൂയിയെ കുറിച്ച് സാമാന്യമായ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചോദ്യം കൂടെ നമുക്ക് പരിശോധിക്കാം. വിദ്യാഭ്യാസം ജീവിതം തന്നെയാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രസ്താവന അർത്ഥമാക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം. വിദ്യാഭ്യാസം കുട്ടികൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പരീക്ഷകൾക്ക് തയ്യാറാക്കുന്നതിനാണ്, വിദ്യാഭ്യാസം ഒരു തുടർച്ചയായ ജീവിതാനുഭവമാണ്, വിദ്യാഭ്യാസം സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്നുള്ള ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ് ഉള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. പരീക്ഷയ്ക്ക് ചിലപ്പോഴും അങ്ങനെ വളരെ വ്യത്യസ്തമായ സാധനങ്ങൾ ആവണമെന്നില്ല, ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന സാധനങ്ങൾ വരികയും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന സാധനങ്ങൾ വരുമ്പോഴാണ് പല ക്വസ്റ്റ്യൻസും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചിലപ്പോൾ അത് ചോദ്യത്തിലെ വ്യക്തത കുറവ് ആയി മാറുകയും ആ ചോദ്യം ഡിവിഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നതിനുള്ള മുൻകാല അനുഭവങ്ങൾ പരീക്ഷ എഴുതിയവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഡിസ്റ്റിങ്റ്റീവ് ആയതും കുറച്ചുകൂടെ ഈ പറയുന്ന കൃത്യത എന്ന് പറയുന്നത്, വ്യവച്ഛേദന സ്വഭാവമുള്ളത് എന്നൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചില ഗുണങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ഗുണങ്ങളുള്ള പേപ്പർ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. എന്തായാലും വിദ്യാഭ്യാസം തുടർച്ചയായ ജീവിതാനുഭവമാണ് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചിന്തകനിലേക്ക് നമുക്ക് പോകാം. സർ ടി പേഴ്സി നൺ ആണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനും. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില സംഭാവനകളിലേക്ക് പോവാം. അദ്ദേഹവും ഈ പറയുന്ന ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായിരുന്നു. ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആയിരുന്നു, ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ഫിലോസഫർ ആയിരുന്നു. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷനകത്ത് ഒരു പ്രൊഫസറായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. 20ാം നൂറ്റാണ്ടിലെ ആദ്യകാലത്ത് ലോകത്തിലെ തന്നെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ പോളിസിയൊക്കെ, വിദ്യാഭ്യാസ നയമൊക്കെ രൂപീകരിക്കുന്നതിലും ടീച്ചർ എഡ്യൂക്കേഷൻ, 20ാം നൂറ്റാണ്ടിലെ ടീച്ചർ എഡ്യൂക്കേഷനെ ഷെയ്പ്പ് ചെയ്യുന്നതിനകത്തൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായ ഒരു വ്യക്തിയാണ് സർ ടി പേഴ്സി നൺ. അപ്പൊ അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എഡ്യൂക്കേഷൻ tailored to needs, interests, abilities for natural development and independent personality എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിക്ക് വലിയ എംഫസിസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ ലേണർ, പഠിതാവിന്റെ ഒരു വ്യക്തി നിഷ്ഠതയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറയുന്നത്. അതോടൊപ്പം അതിനനുസരിച്ച് അഡാപ്റ്റീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുതരം എന്താ പറയാ അനുരൂപണ സ്വഭാവത്തിലുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ആളാണ് സർ ടി പേഴ്സി നൺ. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും വരുന്നത്.
വിദ്യാഭ്യാസത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, അതുപോലെ തന്നെ തേർഡ് സ്റ്റേജ് എന്നൊക്കെ പറയുന്ന പല പല ഘട്ടങ്ങളായിട്ട് അദ്ദേഹം ഈ പറയുന്ന സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് കിൻഡർ ഗാർഡൻ തൊട്ടിട്ട് നമ്മൾ നേരത്തെ പറയുന്ന മോണ്ടിസോറി മെത്തേഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന കിൻഡർ ഗാർഡൻ തൊട്ട് ഉള്ള ഒരു വിദ്യാഭ്യാസത്തെയാണ് ഫസ്റ്റ് സ്റ്റേജ് എഡ്യൂക്കേഷൻ എന്ന്, പ്രഥമ ഘട്ടം എന്ന് അദ്ദേഹം പറയുന്നത്. ഫോർമൽ സ്കൂളിലേക്ക് ഒരു എട്ടാമത്തെ വയസ്സ് തൊട്ടിട്ടാണ് ഈ സെക്കൻഡ് സ്റ്റേജ് ആരംഭിക്കുന്നത്. അത് തൊട്ടിട്ടാണ് റെഗുലർ ഫോർമൽ എഡ്യൂക്കേഷൻ, സ്കൂളിംഗ് എന്ന് പറയുന്ന സ്കൂളുകളിലെ റെഗുലർ ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുവരെയും ഒരു തരം കിൻഡർ ഗാർഡൻ രീതി തന്നെ പിന്തുടരണം എന്നുള്ള രീതിയാണ് ഇപ്പൊ നമ്മുടെ പുതിയ ഫ്രെയിംവർക്കിനകത്തൊക്കെ പലപ്പോഴും അത്തരം ചില ആശയങ്ങൾ കാണാം. നേരത്തെ നമ്മൾ 4ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ ലോവർ പ്രൈമറി, LP, അത് കഴിഞ്ഞിട്ട് UP എന്നതൊക്കെ മാറി അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ഈ പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിങ്ങിലൊക്കെ വ്യത്യാസം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും 8 to 13 എന്ന് പറയുന്ന ഒരു ഏജ് സ്പാനാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന അഡോളസന്റ് സ്റ്റേജിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, സെക്കൻഡറി സ്കൂളിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ടീച്ചിങ് മെത്തേഡ് ആയാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും സൈക്കോളജി ആയാലും അതുപോലെ സെക്കൻഡറി സിലബസിനൊക്കെ കാണാം. സെക്കൻഡറി സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും തന്നെ ആ മേഖലയിൽ നിന്ന് ഉണ്ടാവില്ല. സെക്കൻഡറി അഡോളസന്റ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ വരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തരം അഡൽട്ട്ഹുഡിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ പേഴ്സണാലിറ്റിയിലേക്ക്, സിറ്റിസൺഷിപ്പിലേക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന ഘട്ടം എന്ന രീതിയിൽ അദ്ദേഹം തേർഡ് സ്റ്റേജ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയാ 3 സ്റ്റേജ് ആയിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കരിക്കുലം എന്ന് പറയുന്നത് വളരെ ആധുനികമായ ഒരു കരിക്കുലമാണ്. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു തരം കരിക്കുലം തന്നെയാണ് ഈ പറയുന്ന മനുഷ്യരാശിയുടെ മുഴുവൻ ജ്ഞാന പദ്ധതികളെയും അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ, അതോടൊപ്പം തന്നെ ആർട്സ്, അതുപോലെ തന്നെ ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംസ്കാരം, ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട്, മ്യൂസിക് തുടങ്ങിയ മതം തുടങ്ങിയ പല ഘടകങ്ങളെയും, അതായത് ഈ പറയുന്ന സയൻസിനെയും മാത്സിനെയും ഒക്കെ തന്നെയും ഈ പറയുന്ന സംസ്കാരവുമായിട്ടും നാഗരികതയുമായിട്ടും അതുപോലെ തന്നെ ആത്മീയതയുമായിട്ടും ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഹോളിസ്റ്റിക് എഡ്യൂക്കേഷന്റെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഒരു ഡിസിപ്ലിൻ കോർ എന്ന് പറയുന്ന, സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സ്വയം ശിക്ഷണം എന്ന് പറയുന്ന ഒരു തരം, അതായത് ഇന്റേണലൈസ്ഡ് ആയിട്ട് ചില റൂളുകൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം ഈ പറയുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആശയം ഉണ്ടാവുന്നത്. അപ്പോ നമ്മളിപ്പോ ഇടക്കാലത്ത് നമ്മുടെ ചില ഈ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിലേക്ക് പോലുള്ള ചില സംഘടനകളും അല്ലെങ്കിൽ അത്തരം ചില വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ പറയുന്ന ഈ പഠനം പാൽപായസമാക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള ഈ പ്ലേഫുൾനെസ് എന്ന് പറയുന്ന ഒരു സാധനം, പ്ലസന്റ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പഠനം എന്ന് പറയുന്നത് രസകരമാവണം, അത് ആസ്വാദ്യമാകണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. അപ്പോ ഓരോ ശിശുവും വ്യത്യസ്തനാണ് എന്നും അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓരോ വിദ്യാർത്ഥിയുടെയും ഹിഡൻ ആയിട്ടുള്ള ടാലന്റുകളെ പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ ഗുണങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന തരം ഒരു വിദ്യാഭ്യാസമാണ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ പല സ്റ്റേജുകളായിട്ട് അദ്ദേഹം ഈ വിദ്യാഭ്യാസത്തെ അതിനനുസരിച്ചുള്ള കണ്ടന്റ് ഉണ്ടാവണം എന്ന് അദ്ദേഹം പറഞ്ഞു. കരിക്കുലം ഒരിക്കലും ഈ പറഞ്ഞതുപോലെ എന്താ പറയാ അറിവിനെ പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നോളജ് എന്ന് പറയുന്നതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ജ്ഞാനവിനിമയത്തിന് മാത്രം ഫോക്കസ് ചെയ്യല്ല, മറ്റ് സംസ്കാര അതുപോലെ തന്നെ ധാർമ്മികമായ നൈതികമായിട്ടുള്ളതും സാംസ്കാരികമായിട്ടുള്ളതും അതുപോലെ തന്നെ ആത്മീയവുമായിട്ടുള്ള ഒരു തരം വെൽബീയിങ് എന്ന് പറയുന്ന സംഗതി കൂടെ വളരെ പ്രധാനമാണ്. ആ രീതിയിലൊരു ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ആയിട്ട് ഒരു സമഗ്ര വ്യക്തിത്വമായിട്ട് പൗരന്മാരെ വാർത്തെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്ലേഫുൾ ആയിട്ടുള്ള പഠന രീതികളൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും
മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊന്ന് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. മതപരമായ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുക, സ്വതന്ത്രമായ വ്യക്തിത്വം രൂപീകരിക്കുക, സർക്കാർ ജോലികൾക്ക് തയ്യാറാക്കുക, തൊഴിൽ നേടുക എന്ന് പറയുന്ന 4 ഓപ്ഷനിൽ നിന്ന് അതിന്റെ ഉത്തരങ്ങൾ എവിഡന്റ് ആയിട്ട് അവിടെയുണ്ട്. അല്ലെ, സ്വതന്ത്രമായ വ്യക്തികളായിട്ട് മനുഷ്യരെ മാറ്റിയെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആദർശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. നേരത്തെ നമ്മൾ പറയണ്ടായി ഈ പറയുന്ന ഇൻകോർപ്പറേറ്റിംഗ് ദ കൾച്ചർ, അല്ലെ സംസ്കാരം അല്ലെങ്കിൽ മതം, നൈതികത, സദാചാരം തുടങ്ങിയ മൂല്യവുമായി ബന്ധപ്പെട്ട വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ പറയുന്ന സാധനം. അപ്പൊ അങ്ങനെയുള്ള മൂല്യ വിദ്യാഭ്യാസത്തെയും അതോടൊപ്പം തന്നെ ശാസ്ത്ര വിദ്യാഭ്യാസത്തെയും ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, രണ്ടിന്റെ പാഠ്യപദ്ധതിയിൽ സംസ്കാരവും ആത്മീയതയും തമ്മിലുള്ള താളം നിലനിർത്താൻ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. വിഷയങ്ങളുടെ ഒരു വിധി ലിസ്റ്റ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ശാസ്ത്രവും ഗണിതവും മാത്രം പഠിപ്പിക്കുക, നേരത്തെ നമ്മൾ അങ്ങനെ അതിന് പ്രാധാന്യം നൽകുന്ന ഒരു ദാർശനികനെ നമ്മൾ പരിചയപ്പെടേണ്ടായി. അതല്ല, കലയും സംഗീതവും എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മാനവിക വിഷയങ്ങൾ, ചരിത്രം, ഭൂമിശാസ്ത്രം, കല, സംഗീതം, മതം, ശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളാണ് പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത്. കായിക വിദ്യാഭ്യാസം മാത്രം. അതിനകത്ത് ഓപ്ഷൻ വളരെ കൃത്യമാണ്. മാനവിക വിഷയങ്ങളും ശാസ്ത്ര വിഷയങ്ങളും കലയും കായിക സംഗതികളൊക്കെ ഉൾപ്പെടുന്ന ഒരുതരം വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 3 ഘട്ടങ്ങളെ കുറിച്ച് വിദ്യാഭ്യാസത്തിന്റെ സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു എന്ന് നേരത്തെ പറയണ്ടായി. അതിനകത്തുള്ള ആദ്യ ഘട്ടം എന്ന് അദ്ദേഹം പറയുന്നു ഒരു ഘട്ടമുണ്ട്, 8 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിനകത്തുള്ള ഒരു ടീച്ചിങ് മെത്തേഡിനെ സംബന്ധിച്ചാണ് ചോദ്യമുള്ളത്. അല്ലെ, ഉത്തരവും നമുക്ക് അറിയാവുന്ന തന്നെയാണ്. പ്രഭാഷണവും ആവർത്തനവും, കിൻഡർ ഗാർട്ടൻ, മോണ്ടിസോറി രീതികൾ, സ്കൂളിംഗ് ആയിട്ട് സ്കൂളിലെ പഠനം എന്ന് പറയുന്നത്, ഡീ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സങ്കല്പമുണ്ട് എന്നത് നമുക്കറിയാം. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. കിൻഡർ ഗാർട്ടൻ എന്നത് അല്ലെങ്കിൽ മോണ്ടിസോറി രീതികളാണ് ഈ പറയുന്ന LKG, UKG, പ്രൈമറി മേഖലയിൽ നമ്മൾ പുലർത്തേണ്ട ഒരു വിദ്യാഭ്യാസ രീതിശാസ്ത്ര സമീപനം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത ഒരു ചിന്തകനിലേക്ക് പോകാം. ചിന്തകനെ തീരും തോന്നുന്നില്ല. ബെർണാഡ് റസ്സലാണ് അദ്ദേഹം. ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നതിന് പകരം റസ്സലിന് പല മേഖലകളിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് നമുക്ക് അറിയാം. ഓക്കെ, നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് ചിന്തയിലും അതുപോലെ തന്നെ തത്വചിന്തയിലും സയൻസിന്റെ മേഖലയിലായാലും സാമൂഹ്യ ജ്ഞാന പദ്ധതികളുടെ മേഖലയിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു ഗദ്യകാരൻ കൂടിയാണ് റസ്സൽ എന്ന് നമുക്കറിയാം. ഫിലോസഫർ ആയിരുന്നു, മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, ലൊജിഷ്യൻ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ വിമർശകനൊക്കെ ആയിരുന്നു അദ്ദേഹം. നോബൽ സമ്മാന ജേതാവൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അനലിറ്റിക് ഫിലോസഫി എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിലാണ് അദ്ദേഹം പൊതുവെ അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് ഈ ഒരു അപഗ്രഥനാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കൽ പോസിറ്റിവിസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുതരം സ്കൂളാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷകൻ എന്ന രീതിയിലല്ല ഒരു ഫിലോസഫർ റൈറ്റർ എന്നുള്ള അദ്ദേഹം പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് നമുക്കറിയാം. എന്തായാലും ഈ പറയുന്ന റാഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സ്കൂൾ അതാണ് നമുക്കറിയാം. ആ ഒരു യുക്തിവാദം എന്നൊക്കെ പറയുന്ന സയന്റിഫിക് എൻക്വയറി എന്നൊക്കെ പറയുന്ന ശാസ്ത്രീയ അന്വേഷണം, കാര്യകാരണ ബന്ധം, അതോടൊപ്പം തന്നെ ലിബറലിസം എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത്, സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആശയങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഓരോ വ്യക്തിയുടെയും ലോജിക്കൽ പവറിനെ അല്ലെങ്കിൽ ഈ പറയുന്ന യുക്തി ചിന്താശേഷിയെ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ വളർത്തുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് ആ രീതിയിലുള്ള ഒരു വിസ്ഡം
ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, ഒരു വൈജ്ഞാനികതയെ സൃഷ്ടിക്കുക എന്നതാണ് സമൂഹത്തിനും വ്യക്തിയും എന്താ പറയുക വൈജ്ഞാനികമാക്കി മാറ്റുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വാലിറ്റിക്കാണ്, സ്റ്റേറ്റിന്റെ ആവശ്യങ്ങൾ എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വാലിറ്റിക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ഫോസ്റ്റർ ഇൻഡിവിജ്വാലിറ്റി, ദ ചൈൽഡ് ഈസ് ദ എൻഡ് നോട്ട് ദ മീൻസ് എന്ന് അദ്ദേഹം പറഞ്ഞത്. കുട്ടി തന്നെയാണ് അതിന്റെ എൻഡ് എന്ന് പറയുന്നത്, അല്ലാതെ കുട്ടി ഒരു എന്താ പറയാ ഉപകരണമോ അല്ലെങ്കിൽ ടൂളോ ആയിട്ടല്ല മാറുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്ന പേഴ്സണൽ ഇൻട്രസ്റ്റിനെയും എബിലിറ്റിയും ഇൻഡിവിജ്വൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ഈ ക്യാരക്ടർ ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മൂല്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ശേഷികളാണ് വളർത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഓക്കെ, അതായത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ക്ഷമത അല്ലെങ്കിൽ ശേഷി എന്ന് പറയുന്ന അത് വൈറ്റാലിറ്റി എന്ന് പറയുന്ന പോലെ ധൈര്യം, കറേജ് എന്ന് പറയുന്ന ആത്മധൈര്യം എന്ന് പറയുന്നത്, സെൻസിറ്റിവിറ്റി, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ചില സംഗതികളെ വികസിപ്പിച്ചെടുത്തുകൊണ്ടാണ് ക്യാരക്ടർ ഫോർമേഷൻ നടത്തേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. കരിക്കുലത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ആ മേഖലയിലുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറയുണ്ടായി. ഓക്കെ, ആക്ടിവിറ്റി മെത്തേഡിന് അദ്ദേഹം പ്രാധാന്യം നൽകിയത് ഓക്കെ അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ്, ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഒരു സർവവിജ്ഞാന ക്ഷേത്രം എന്ന ഒരു തരത്തിലായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. എല്ലാ വിഷയങ്ങളും അവിടെ ഉണ്ടാവണം എന്ന് പറയുന്നത്. നഴ്സറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നന്നൊക്കെ പറഞ്ഞതുപോലെ 6 മുതൽ 14 വരെ ചില ബേസിക് സ്കില്ലുകൾ, 6 മുതൽ 14 വരെയുള്ള വയസ്സിനകത്ത് ചില ബേസിക് സ്കില്ലുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റീഡിങ്, റൈറ്റിംഗ്, അതുപോലെ തന്നെ സെൻസറി ആയിട്ടുള്ള സെൻസേഷൻ, പെർസെപ്ഷൻ പോലുള്ള കാര്യങ്ങൾ, ആർട്ട്, ലാംഗ്വേജ്, ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ക്രിയേറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഊന്നുന്ന ഒരു തരം കരിക്കുലമാണ് ഒരു 14 വരെയുള്ള വയസ്സ് വരെയുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ടതെന്നും ഈ സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ അതിന് ശേഷമാണ് ഉണ്ടാകേണ്ടതെന്നും അവിടെ ക്ലാസിക്കൽ ലാംഗ്വേജ്, അതുപോലെ മാത്തമാറ്റിക്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ പോലെ ലൈഫ് സ്കില്ലുകളൊക്കെ വരുന്നത് ഈ പറയുന്ന ഈ സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷന്റെ മേഖലയിലാവണം എന്ന് പറഞ്ഞ് എഡ്യൂക്കേഷന്റെ തന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ തന്നെ പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷനെ തന്നെ അദ്ദേഹം 2 ഇതായിട്ട് തരംതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യം. ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് ഈ പറയുന്ന ലേണിംഗ് ബൈ ഡൂയിങ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് തുടങ്ങിയ സെൽഫ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒരു ഇവാലുവേഷൻ ടെക്നിക്കുകളൊക്കെ ആ രീതിയിൽ, അതായത് ഈ ഗ്രഹണം അറിവല്ല നമ്മൾ പരിശോധിക്കേണ്ടതെന്നും അതിന് പകരം ഈ ധാരണാ രൂപീകരണം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതാണ്. നമ്മൾ ബ്ലൂംസ് ടാക്സോണമി ലെവലിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ് നാളെ പറയുന്നുണ്ടാവും. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ലെവലിനെ ഫോക്കസ് ചെയ്യുന്ന കേവലം അറിവ് പരിശോധനയല്ല പരീക്ഷയിലൂടെ ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനും അതുപോലെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കരിക്കുലം ആകാം എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ടീച്ചർ ആസ് എ ഗൈഡ്, നേരത്തെ പറഞ്ഞതുപോലത്തെ ഉള്ള ആശയങ്ങൾ തന്നെ ടീച്ചറെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. എന്തായാലും അമേരിക്കയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെയും ഒക്കെ വിദ്യാഭ്യാസ സമീപനങ്ങളിൽ, ഗവൺമെന്റ് വിദ്യാഭ്യാസ സമീപനങ്ങളൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരാളായിരുന്നു റസൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ലോജിക്കും അതുപോലെ ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറയുന്ന നമുക്കറിയാം
ഈ പറയുന്ന നമ്മൾ ഡിഗ്രി ഒക്കെ പോകുമ്പോൾ ഒരു സവിശേഷമായ പേപ്പറായിട്ട് ലോകത്തിലെ മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ ഒരു കോഴ്സായിട്ട് തന്നെ ഫിലോസഫി ഓഫ് സയൻസ്, അത് സയൻസിനെ കുറിച്ച് മാത്രമല്ല ഏത് ജ്ഞാനശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു തത്വചിന്തയാണ്. ആ ഫിലോസഫി ഓഫ് സയൻസ് ഏത് ഡിസിപ്ലിനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിലോസഫി ഓഫ് സയൻസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറയുന്ന സാധനത്തെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷണൽ കരിക്കുലയിൽ ഏറ്റവും പ്രൈം ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഫിലോസഫി ഓഫ് സയൻസിനാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ PEOs എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പുതിയ നമ്മുടെ ചട്ടക്കൂടുകളിലൊക്കെ കാണാൻ കഴിയും. ഒരു വിദ്യാഭ്യാസം നേടിക്കൊണ്ട് സവിശേഷമായ ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് പുറത്തു പോകുന്ന വിദ്യാർത്ഥിയിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്താ പറയാ സയന്റിഫിക് റീസണിങ് പോലുള്ള കാര്യങ്ങൾ, ലോജിക് പോലുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും ലോകത്തിലെ എല്ലാ കരിക്കുലത്തിനകത്തും മുന്നോട്ട് വയ്ക്കുന്ന ഉദ്ദേശ്യങ്ങളായി കാണാം. അതിൻ്റെയൊക്കെ ഒരു ആശയ അടിത്തറ പാകിയുള്ള കൂടിയായിരുന്നു ബെർണാഡ് റസ്സൽ. ഓക്കെ, റസ്സലിന്റെ ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, പ്ലെയിനായ ചോദ്യങ്ങളാണ്. അതൊക്കെ ആ കണ്ടന്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും. അടുത്ത ചോദ്യങ്ങൾ നമ്മൾ വേറെ പരീക്ഷയായിട്ട് തന്നെ നൽകുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു റീക്യാപ്പ് എന്നുള്ള രീതിയിൽ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ചില ചോദ്യങ്ങൾ നല്ല രീതിയിലാണ്. റസ്സലിന്റെ അഭിപ്രായത്തിൽ അച്ചടക്കം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇത്. ഇത്തരം UGC പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് അങ്ങനെ അറിയാം, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക. ചിലതൊക്കെ എല്ലാം ശരിയായിട്ട് തോന്നാവുന്ന ഓപ്ഷൻസും അവിടെ ഉണ്ടാവും. പക്ഷെ ഏറ്റവും ശരിയായ ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. റസ്സലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരമാവധി പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടും പ്രചോദനം നൽകിക്കൊണ്ട് സ്വയം കറക്ഷൻ, സെൽഫ് കറക്ഷൻ അവനെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അവളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയ ഒരു അപ്രോച്ചാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെടുത്തി ഉള്ള നമ്മുടെ ഉത്തരം. ഓക്കെ, ഫലപ്രദമായ പഠനത്തെ റസ്സൽ പ്രോത്സാഹിപ്പിച്ച പഠന രീതി ഏതാണ് എന്നുള്ളതാണ് നമ്മളത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവർത്തന രീതിയും ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ചെയ്തു പഠിക്കലും എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് അദ്ദേഹം ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സ്വഭാവ രൂപീകരണത്തിന് നേരത്തെ ചില ഗുണങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുന്നുണ്ടായി. എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്ന് സ്വഭാവ രൂപീകരണത്തിനകത്ത്. അത് ഈ പറയുന്ന ചൈതന്യം എന്ന്, മാനസികവും ശാരീരികവുമായ ചൈതന്യമുണ്ട്, അല്ലെ കറേജ്, ധൈര്യം എന്ന് പറയുന്നതുണ്ട്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സംവേദനക്ഷമത ഉണ്ടാവുക എന്ന് പറയുന്നത്, സാമ്പത്തിക സുസ്ഥിരത നേടുക വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. ഇതിനകത്ത് റസ്സൽ ഊന്നൽ നൽകാത്ത ഗുണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ സമ്പത്ത് കുന്നുകൂട്ടുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമ്പത്ത് നേടുക, ആർജിക്കുക എന്ന് പറയുന്ന ഒന്ന് നല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാവേണ്ട ഗുണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വെസ്റ്റേൺ ഫിലോസഫിയിലെ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സിനെ നമ്മളൊന്ന് ഒന്ന് പരിചയപ്പെട്ടു. സോക്രട്ടീസ് തൊട്ടിട്ട് റസ്സൽ വരെയുള്ള പ്രധാനപ്പെട്ട 20ാം നൂറ്റാണ്ടിന്റെ വരെ എത്തുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ദാർശനികരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആ ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മൾ പിന്നീട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ വരുന്നത്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ജ്ഞാനശാസ്ത്രം വികസിക്കുന്നത് ബോധന രീതിശാസ്ത്രം എന്ന രീതിയിൽ, അല്ലെങ്കിൽ പെഡഗോജി എന്ന തലത്തിലാണ്. അത് മനഃശാസ്ത്ര മേഖലയിലാണ്, സോഷ്യോളജിയുടെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ഘട്ടത്തിൽ സൈക്കോളജിയുടെ മേഖലയിലാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വികസിക്കുന്നത്. നമ്മൾ അടുത്തൊരു യൂണിറ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ സിലബസുകളിൽ വന്നിട്ടുള്ള ഈ വെസ്റ്റ് വന്ന സ്വാഭാവികമായിട്ടും ഒരു ഈസ്റ്റ് വരണം അല്ലെങ്കിൽ ഇന്ത്യൻ വരണം എന്നുള്ളത് തന്നെ ഇന്ത്യയിലെ ചില വിദ്യാഭ്യാസ ചിന്ത നമുക്കറിയാം. ഈ പറഞ്ഞ തുടക്കത്തിൽ ഇത് പറയണ്ടേ, പൗരസ്ത്യ വിദ്യാഭ്യാസ രീതി നമുക്ക് വലിയ പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നാലും ഈ പറയുന്ന എഡ്യൂക്കേഷനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ചില പ്രത്യേക വേ ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഉള്ള ചില സംഗതികൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ നമുക്ക് വിദ്യാഭ്യാസ ശാസ്ത്രം എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. മോഡേണിറ്റിയുടെ അല്ലെങ്കിൽ കൊളോണിയൽ മോഡേണിറ്റിയുടെ തുടർച്ചയിലാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്തുതരം വിദ്യാഭ്യാസമാണ് ഇവിടെ, 3 തരം വിദ്യാഭ്യാസം ആണ് ഇവിടെ ഇങ്ങനെ വികസിച്ച് വന്നിരുന്നത്. ഈ വളരെ പാരമ്പര്യമായി പഠിച്ചു വന്നിരുന്ന ഈ പല തൊഴിലുകളൊക്കെ പഠിച്ചു വന്നിരുന്ന, അന്നത്തെ നമ്മൾ ഫാമിലി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സ്വന്തം കുടുംബത്തിൽ തന്നെ പലതരം പാരമ്പര്യ തൊഴിലുകൾ പഠിച്ചെടുക്കുക തുടങ്ങിയ വിദ്യാഭ്യാസങ്ങൾ, ചെറിയ നാട്ടുപള്ളിക്കൂടങ്ങളൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള നമ്മളെ ഉള്ള ഒരു
വെർണാക്കുലർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷന്റെ രീതി ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം. ചെറിയ പള്ളിക്കൂടങ്ങളും മറ്റുണ്ടായിരുന്നു. ഇതുകൂടാതെ വൈദിക വിദ്യാഭ്യാസം പോലെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടുള്ള ആ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു സ്ട്രിങ്ങും നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതിനു മീതെയാണ് ഈ ആധുനിക വിദ്യാഭ്യാസം മിഷണറിമാരിലൂടെ ഇവിടെ വരുന്നത് നമുക്കറിയാം. അത് പിന്നീട് ബ്രിട്ടീഷുകാർ വരുമ്പോഴേക്കും ഈ 3 സ്കൂളുകളെയും വേറെ വേറെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. അതിനെ ഏത് തരത്തിലാണ് അപകോളനീകരിക്കേണ്ടത് എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസം എന്തായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ വരുന്നതും. അതിനകത്ത് തുടക്കം കുറിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന മഹാത്മാഗാന്ധിയാണ്. അപ്പൊ മഹാത്മാഗാന്ധിയും ടാഗോറിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ അരവിന്ദ ഘോഷിനെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെയൊക്കെയുള്ള കുറെ തത്വചിന്തകര്, കുറച്ച് തത്വചിന്തകരാണ് ഈ മോഡേണിറ്റിയുടെ കാലത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അവരെ എന്താണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് എന്നുള്ള ചില പോയിന്റ്സ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു മേഖലയാണ്. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും മറ്റും, വിദ്യാഭ്യാസത്തെ കുറിച്ച് മാത്രമല്ല ജീവിതത്തെ കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങളിലെ ഗ്രാമീണ ജീവിതം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും, അതുപോലെ തന്നെ നാഷണലിസവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാഷണൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അതോടൊപ്പം തന്നെ തൊഴിൽ പരിശീലനം പോലെയുള്ള ബേസിക് സ്കൂളിംഗ് പോലെയുള്ള ചില ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. സാർവത്രിക വിദ്യാഭ്യാസം, ഈ പറയുന്ന സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് തുടങ്ങിയ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം മാത്രം ഒരു സ്കൂളിങ്ങിനെ കുറിച്ച് തന്നെ, അതായത് അത്യാവശ്യം ക്രാഫ്റ്റുകളും മറ്റൊക്കെ ഉണ്ടാവുന്ന പലതരം തൊഴിൽ നൈപുണികളൊക്കെ ചേർത്ത് വെച്ചുള്ള വിദ്യാഭ്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു, അല്ലെ? നയി താലീം എന്ന് പറയുന്ന നവവിദ്യാഭ്യാസം എന്നൊക്കെ പറയാവുന്ന പുതിയ വിദ്യാഭ്യാസ രീതി, ഉറുദു വേർഡാണത്. അപ്പൊ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ പദ്ധതി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോയുണ്ടായില്ല. സ്വാതന്ത്ര്യാനന്തരം അത് ഗവൺമെന്റ് സപ്പോർട്ടൊന്നും ഇല്ലാതെ അത്തരം സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടപ്പെടുകയൊക്കെ ഉണ്ടായി, അത്തരം സ്കൂളുകളൊക്കെ. പിന്നീട് 2010 അത്തരം ചില സ്കൂളുകളെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില മാസികമായ ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല. ഗാന്ധിജിയെ പല കാര്യങ്ങളും സ്വീകരിക്കാത്ത പോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനം നമ്മൾ കാര്യമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യവും, അല്ലെ? അപ്പൊ അദ്ദേഹം ആ രീതിയിൽ ഈ പറഞ്ഞ കമ്പൽസറി ആൻഡ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, ഒരു പ്രത്യേക പ്രായം വരെ, ഈ പറഞ്ഞ 14 വയസ്സ് വരെ കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നത്, ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാതൃഭാഷയായിരിക്കണം, അല്ലെങ്കിൽ മാതൃഭാഷയിലൂടെ ആയിരിക്കണം എന്ന് പറയുന്ന, അതും നമ്മൾ പൊതുവെ ഈ പറയുന്നത് പോലെ ഇന്ത്യ അങ്ങനെ കാര്യമായിട്ട് സ്വീകരിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് അല്ല, അപ്പൊ ഒരു തരം ഡീകോളനൈസ് ചെയ്യുക എന്ന് പറയുന്ന ആശയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലിറ്ററസി അല്ല, സാക്ഷരത അല്ല വിദ്യാഭ്യാസം സാക്ഷരതയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല. അക്ഷരം എഴുതാനും വായിക്കാനും ഉള്ള ഒരു പഠനത്തെയല്ല അദ്ദേഹം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്, സാക്ഷരതയല്ല വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒക്കെ ഒരു വികാസമായിരിക്കണം. മാനസിക വികാസം, അല്ലെങ്കിൽ ആത്മീയ വികാസവും ശാരീരിക വികാസവും ഒക്കെയുള്ള ഒരു വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ കണ്ടത്. അങ്ങനത്തെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയ ചില ഇന്റലക്ച്വൽ, ഫിസിക്കൽ, സ്പിരിച്വൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വളരെ പ്രധാനപ്പെട്ട ഒരു കോർ വാല്യൂ ആണ്. അപ്പോ ദൈക്ഷണികമായിട്ടുള്ളതും അതുപോലെ തന്നെ കായികമായിട്ടുള്ളതും ആത്മീയവുമായിട്ടുള്ള വികാസം എന്ന് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ സമൂഹവുമായിട്ട് സന്തുലിതാവസ്ഥയിൽ പോവുക, സംയോജനത്തോടു കൂടി പോവുക എന്ന് പറയുന്ന ആശയവും അദ്ദേഹത്തിന്റെ സംഗതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ചോദിച്ചത് ക്രാഫ്റ്റ് സെന്റേർഡ് കരിക്കുലം എന്ന് പറയുന്ന ഒരു കാര്യം. ക്രാഫ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ അങ്ങനെയുള്ള ചെറിയ അപ്പോൾ അദ്ദേഹത്തിന് നൂൽക്കുന്നത് ഉള്ള ചില സംഗതികൾ, അങ്ങനെ ചെറിയ ക്രാഫ്റ്റ് നമ്മുടെ ആദ്യകാല സ്കൂളുകളിലൊക്കെ അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് അധ്യാപകരൊക്കെ വരുന്നത് അത്ര ചില കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങൾക്കറിയാം. അപ്പൊ ക്രാഫ്റ്റിന് വലിയ പ്രാധാന്യം ഉണ്ടാവുന്നു. അത് പ്രാക്ടിക്കൽ ആവുക, വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്വാശ്രയത്വത്തിലേക്ക് എത്തിക്കുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ ഉണ്ടാവണം എന്നുള്ളത്, വലിയ മറ്റേ ഇപ്പോഴത്തെ തൊഴിൽ പഠനം പോലെയല്ല, ഒരു കൈത്തൊഴിൽ ഉണ്ടാവുക എന്ന് പറയുന്ന ലോക്കൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തി അത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. പ്രാദേശികമായ തൊഴിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി
ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവിടെയുള്ള പ്രാദേശിക തൊഴിലുകളുമായി ബന്ധപ്പെട്ട് അവരവരുടെ ജീവിത പരിസരത്തിനകത്തുള്ള തൊഴിലുകളിൽ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് അദ്ദേഹം ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓൾറൗണ്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം, അതുപോലെ തന്നെ പ്രായോഗിക പരിശീലനത്തിനും വർക്ക് എക്സ്പീരിയൻസിനും അദ്ദേഹം നൽകിയ പ്രാധാന്യം, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിന് അദ്ദേഹം പ്രാധാന്യം നൽകിയത്, അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മുടെ സംസ്കാരത്തെയും അതുപോലെ ദേശീയതയെയും ഉറപ്പിക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ മറ്റു പല ആശയവാദികളെയും പോലെ മറ്റു പല ആളുകളെയും പോലെ തന്നെ ഈ അവനവനെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തെ സാക്ഷാത്കരിക്കുക എന്നൊക്കെ പറയുന്ന ഒരുതരം മോറൽ ലിവിങ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു പ്ലെയറിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം സങ്കല്പങ്ങൾ മുഴുവൻ ഉള്ളത് എന്ന്. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ബേസിക് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ വാർത്താ പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. നയി താലിം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ സ്കൂളിംഗ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ അദ്ദേഹം അത് കൊണ്ടുവരാൻ ശ്രമിച്ചത് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവായ വർക്കിലേക്ക് ഡയറക്റ്റ്ലി കുട്ടികളെ ക്രാഫ്റ്റ്മാൻഷിപ്പിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്ന അത്തരമൊരു അതിനെ കേന്ദ്രത്തിൽ വരുന്ന ഒരു കരിക്കുലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ടീച്ചേഴ്സ് റോൾ മോഡൽ ആയിരിക്കണം തുടങ്ങിയ ആശയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും പ്രബലമായ ആശയങ്ങളൊക്കെ സ്ഥാപിച്ചെടുക്കുന്നത് ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന്റെ ഒരു എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. ഓക്കെ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ഒട്ടൊക്കെ സ്വാധീനിച്ച ഒരു ആളാണ് ഗാന്ധിജി എന്ന് പറയാം. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം വേറെ രീതിയിലാണ് പിന്നീട് മുന്നോട്ട് പോയത് എന്നും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം. ഓക്കെ, ചില ചോദ്യങ്ങളിലേക്ക് വരാം. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനത്തിൽ ഊന്നൽ നൽകാത്തത് എന്തിനാണ് എന്നുള്ളതാണ്. മാതൃഭാഷയിലൂടെയുള്ള ബോധനം, തൊഴിൽ പരിചയവും പ്രായോഗിക പരിശീലനവും ധാർമ്മികവും സ്വഭാവപരവുമായ വികാസം, ശാസ്ത്ര വിഷയങ്ങളിൽ നേരത്തെയുള്ള വൈദഗ്ധ്യം നേടൽ. അല്ലെ, പെട്ടെന്ന് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള സംഗതിയാണ്. പക്ഷെ ഇവിടെ നേരത്തെയുള്ള എന്ന് പറയുന്ന ഏളി എന്ന് പറയുന്ന സാധനങ്ങൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതില്ലെങ്കിലും ആ ചോദ്യം അവിടെ സ്റ്റാൻഡ് ചെയ്യുന്ന ചോദ്യമാണ്. അപ്പൊ നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ശാസ്ത്ര വിഷയങ്ങളിൽ നേരത്തെയുള്ള വൈദഗ്ധ്യം നേടൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. ഇതെല്ലാം ലക്ഷ്യമായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അതിനകത്ത് എല്ലാ ലക്ഷ്യങ്ങളും ഉണ്ട്. രാജ്യസ്നേഹവും ജനാധിപത്യവും ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കോർ വാല്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. തൊഴിൽ പരിചയവും പ്രായോഗിക പരിശീലനവും നേടുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിൽ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ക്രാഫ്റ്റ്മാൻഷിപ്പിനെ സംബന്ധിച്ചും വൊക്കേഷണലൈസേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ധാർമ്മികവും സ്വഭാവപരമായ വികാസവും നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ഓപ്ഷൻ തെറ്റാനുള്ള സാധ്യത ഇവിടെയുണ്ട്, അല്ലെ. പക്ഷെ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു തരം ദൈവശാസ്ത്രപരമായിട്ടുള്ള എലമെന്റ് കൂടെ അദ്ദേഹത്തിന്റെ ചിന്തയിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു ഉത്തരമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയും. ഓക്കെ, ഗാന്ധിയുടെ നയി തലീം എന്ന സങ്കല്പത്തിൽ രൂപീകരിച്ച സ്കൂൾ ഏതാണ് എന്നുള്ള അദ്ദേഹം സ്ഥാപിച്ച രൂപീകരിച്ചൊരു സ്കൂൾ അത് പിന്നീട് അത് പരാജയപ്പെട്ടു പോയി എന്ന് നേരത്തെ സൂചിപ്പിക്കേണ്ട. ഈ പറയുന്ന പല സ്കൂളുകളും ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ കാലത്തുണ്ടായ സ്കൂളുകൾ തന്നെ വിദ്യാനികേതൻ, ശാന്തിനികേതൻ, ആനന്ദനികേതൻ, നിർമ്മല നികേതൻ. ഇതും ഒരു പക്ഷേ നിങ്ങൾക്ക് ചില ആളുകൾക്കൊന്നും പരിചയം ഉണ്ടാവണം എന്നില്ല. ആനന്ദനികേതൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഈ നയി തലീം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഈ നവവിദ്യാഭ്യാസം, നവോദയ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിനകത്ത് രൂപീകരിക്കപ്പെട്ട സ്കൂൾ എന്ന് പറയുന്നു. രണ്ട് ചിന്തകരെ കുറിച്ചുകൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞ് നോക്കുക. രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോർ വിശ്വമഹാകവിയായിരുന്നു, നാഷണലിസ്റ്റ് ആയിരുന്നു, നമുക്കറിയാം. ഇന്ത്യയിലെ ഹ്യൂമനിസത്തിന്റെ വലിയൊരു വക്താവായിരുന്നു നമുക്കറിയാം. അപ്പൊ അദ്ദേഹം സ്വാഭാവികവും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആശയങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മാനവികതാവാദവും അതുപോലെ തന്നെ നാച്ചുറലിസം, അദ്ദേഹത്തിന്റെ റൂസോയുടെ നമുക്കറിയാവുന്ന പോലെ പ്രകൃതിയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന മിസ്റ്റിസിസം പോലുള്ള സംഗതികളൊക്കെ അദ്ദേഹത്തിനകത്തുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ നാച്ചുറലിസവും ഹ്യൂമനിസവുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സംഗതിയും അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ സ്കൂളുകളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫിക്കൽ സ്ട്രീമിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നറിയാം. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളിലേക്ക് നമുക്ക് പോവാം. ഒന്ന്, ഈ പറയുന്ന മാതൃഭാഷാ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ആശയം, സ്വന്തം സംസ്കാരത്തെ തിരിച്ചറിയലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് സ്വന്തം സംസ്കാരത്തെയും ജീവിതത്തെയും തിരിച്ചറിയാൻ വേണ്ടി ഈ പറയുന്ന
മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എന്നതും സെൽഫ് എക്സ്പ്രഷനും അതുപോലെ തന്നെ സർഗാത്മകതയും കുറെ കൂടെ സർഗാത്മക വിദ്യാഭ്യാസം, സൗന്ദര്യാത്മക വിദ്യാഭ്യാസം പോലുള്ള ചില ആശയങ്ങൾ അദ്ദേഹത്തിന് പ്രബലമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയിൽ നിന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്ന ചില രീതി, പ്രകൃതിയാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്നൊക്കെ പറയുന്ന ആശയം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനത്തിനകത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് അത് നിരന്തരമായ ഈ സോഷ്യൽ കോണ്ടാക്ട് ഉണ്ടാവണം, സോഷ്യൽ സർവീസ്, അതുപോലെ തന്നെ ഇന്ററാക്ഷൻ വിത്ത് ദ ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ പ്രദേശത്തെ ആളുകളും ജീവിതവുമായിട്ട് സമുദായമായിട്ട് നിരന്തരം ബന്ധപ്പെടുത്തുന്ന സമൂഹത്തിൽ നിന്ന്, പരിസരത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു വിദ്യാഭ്യാസമല്ല, പബ്ലിക് സ്കൂളുകളുടെ രീതിയല്ല ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ദേശീയതാവാദോടൊപ്പം തന്നെ അന്താരാഷ്ട്രവാദം അല്ലെങ്കിൽ അന്തർദേശീയത എന്ന് പറയുന്ന ആ വരുന്ന ആ കാലഘട്ടത്തിൽ വളരെ പ്രബലമായ ഒരു സംഗതിയായിരുന്നു ഇന്റർനാഷണൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ സ്പിരിറ്റിന്റെ കൂടെ തന്നെ ഇന്റർനാഷണൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതിന് വളരെ പ്രസിദ്ധമായ ഒരു ഗാനത്തിനകത്തൊക്കെ അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഭയമില്ലാത്ത ഒരു ജനത എന്നൊക്കെ പറയുന്ന, നിർഭയമായി ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്ന ഒരു ആശയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ രീതിയിലുള്ള ഒരു തരം ഹോളിസ്റ്റിക് എഡ്യൂക്കേഷനെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. കരിക്കുലത്തെ കുറിച്ച് നേരത്തെ പറയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയായിരിക്കണം, ആർട്സും ക്രാഫ്റ്റിനും ഒക്കെ പ്രാധാന്യം അദ്ദേഹം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ അദ്ദേഹം വലിയൊരു കലാസ്വാദകനും കലാകാരനുമായിരുന്നു നമുക്ക് നമുക്കറിയാം. അല്ലെ, ഇപ്പൊ ഡാൻസ്, മ്യൂസിക് തുടങ്ങിയ സംഗതികൾക്ക് വലിയ പ്രാധാന്യം. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ, ഹിസ്റ്ററി, ജിയോഗ്രഫി തുടങ്ങിയ മറ്റു വിഷയങ്ങളും അല്ലെ അദ്ദേഹത്തിന്റെ ഈ റിയൽ ലൈഫ് പ്രോബ്ലമിനെ, യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന തരം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരിക്കുലാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ ലേണിംഗ് ബൈ ഡൂയിങ് പോലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സർഗാത്മക രചനകൾക്ക് അല്ലെങ്കിൽ സർഗാത്മക ആവിഷ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഉണ്ടാകേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം സ്ഥാപിച്ച ശാന്തി നികേതൻ എന്ന് പറയുന്ന ഒരു ഓപ്പൺ എയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കുട്ടികളൊക്കെ അവിടെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന, പ്രകൃതിയിൽ നേരിട്ട് എന്താ പറയാ പഠിക്കുകയും അതോടൊപ്പം തന്നെ ഒരേ സമയം ആർട്ടും അതുപോലെ ക്രാഫ്റ്റും അതുപോലെ മറ്റ് ഫിലോസഫിയും പോലുള്ള സംഗതികളൊക്കെ ലേൺ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്ന തുറന്ന വിദ്യാലയമായിട്ടാണ് അദ്ദേഹം ശാന്തിനികേതനെ അദ്ദേഹം മുന്നോട്ട് വെച്ച്. അതിന്റെ ഭാഗമായിട്ട് തന്നെ യോഗ പോലുള്ള കാര്യങ്ങൾ, സ്പോർട്സ് പോലുള്ള കാര്യങ്ങൾ, സയൻസ് ആൻഡ് ലിറ്ററേച്ചർ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഉണ്ടാവുന്നത്. ആ രീതിയിൽ ഒരു കൊളോണിയൽ എഡ്യൂക്കേഷന്റെ മുഴുവൻ ഫോക്കസിനെയും ഡീസ്റ്റെബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ടൊരു ഇന്ത്യൻ ആയൊരു വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്നതായിരുന്നു ടാഗോറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരാൾ കൂടിയാണ്. അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, ഈ ഒരു ഇന്റർനാഷണൽ ഫോക്കസ് എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, ഇന്റർനാഷണൽ ഹാർമണി പോലുള്ള കാര്യങ്ങൾ, അത്തരം ചില സംഗതികൾ എന്ന് വെച്ചാൽ ഏകമാനവവാദം എന്നൊക്കെ പറയുന്ന, ഏകലോകവാദം എന്നൊക്കെ പറയുന്ന ഒരാശയം വിദ്യാഭ്യാസത്തിൽ പ്രബലമാകണം എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയാണ് ടാഗോർ എന്ന് പറയുന്നത്. ഓക്കെ, ചില ചോദ്യങ്ങളിലേക്ക് പോവാം. 2 മിനിറ്റ് ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. തീരും. ടാഗോറിന്റെ വിദ്യാഭ്യാസ ദർശനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. വിദ്യാഭ്യാസം ഇംഗ്ലീഷിലായിരിക്കണം, ജ്ഞാനത്തിന്റെ ഉറവിടം പ്രകൃതിയാണ്, സർഗാത്മക വൃത്തികൾ വിദ്യാഭ്യാസത്തിൽ പ്രധാനമാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് ഏതാണ് ശരി ഉത്തരം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. വിദ്യാഭ്യാസം ഇംഗ്ലീഷിലായിരിക്കണം എന്നല്ല, മാതൃഭാഷയിലായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 2ഉം 3ഉം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് 2ഉം 3ഉം എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ടാഗോറിന്റെ വിദ്യാഭ്യാസ ദർശനത്തെ സംബന്ധിച്ച ജോഡി ഏതാണ് എന്നുള്ളതാണ്. ഫിലോസഫിക്കൽ സ്കൂളുകൾ അല്ലെങ്കിൽ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ആ ഒരു ജോഡികളുള്ളത്. നാച്ചുറലിസം, ഹ്യൂമനിസം, ഇന്റർനാഷണലിസം, ഐഡിയലിസം. ഹ്യൂമനിസം, ഐഡിയലിസം, ഹിന്ദുയിസം, ഇന്റർനാഷണലിസം. സോഷ്യലിസം, ഐഡിയലിസം, ഹ്യൂമനിസം, നാച്ചുറലിസം. നാച്ചുറലിസം, ഹ്യൂമനിസം, ഇന്റർനാഷണലിസം, ക്യാപിറ്റലിസം. ഇങ്ങനെ കുറെ ഈസങ്ങൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇന്റർനാഷണലിസം അദ്ദേഹത്തിനകത്ത് ഉണ്ടായിരുന്നു, ഐഡിയലിസം ഉണ്ടായിരുന്നു, അദ്ദേഹം ഹ്യൂമനിസ്റ്റ് ആയിരുന്നു, ഏറ്റവും വലിയൊരു നാച്ചുറലിസ്റ്റുമായിരുന്നു. അതുകൊണ്ട് ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ്. നാച്ചുറലിസം, ഹ്യൂമനിസം, ഇന്റർനാഷണലിസം, ഐഡിയലിസം. ഓക്കെ,
കുട്ടികളിൽ അന്താരാഷ്ട്ര സാഹോദര്യ വികാരങ്ങളും അന്താരാഷ്ട്ര ധാരണയുടെ മനോഭാവവും വളർത്തിയെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ഇത് നമ്മൾ ടാഗോറിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ചോദ്യം വരുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് ടാഗോർ തന്നെ പറയാം. അല്ലാത്തൊരു കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഇന്റർനാഷണൽ എന്ന് നമുക്ക് തോന്നുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ പേരുകളൊക്കെ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ടാഗോറാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 2 ചിന്തകരെ കുറിച്ചുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അരബിന്ദോ ഘോഷാണ് ഒരാള്. ഈ യോഗ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ മാനസിക ശാരീരിക പരിശീലനം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവനവനെ സംസ്കരിക്കുക എന്നൊക്കെ പറയുന്ന മെന്റൽ സ്പിരിച്വൽ നീഡുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരുതരം ആത്മീയ സ്വഭാവത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകിച്ച് ഈ പറയുന്ന യൂറോപ്യൻ കൊളോണിയൽ ആധുനിക വിദ്യാഭ്യാസത്തിന് ബദലായ ഒരു വിദ്യാഭ്യാസ സങ്കല്പം മുന്നിട്ട് വെച്ചാണ് അരബിന്ദോ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സിലേക്ക് നമുക്ക് വരാം. ഈ യോഗയൊക്കെ ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് പൊതുവെ അരബിന്ദോയായിട്ട് ബന്ധപ്പെടുത്തി വരാറുള്ളത്. ഓക്കെ, അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, നിങ്ങൾക്കറിയാം. ഫിലോസഫർ ആയിരുന്നു, അല്ലെ, സ്പിരിച്വൽ ഒരു ആത്മീയ നേതാവായിരുന്നു. ആശ്രമം, അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ആശ്രമത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹം ഒരു സ്പിരിച്വൽ ഹ്യൂമനിസമാണ് അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ മാനവികവാദം എന്നൊക്കെ പറയാവുന്ന ഒരു തരം ഇന്ത്യൻ ഫിലോസഫിയിൽ ഊന്നിയിട്ടുള്ള ഒരു വേദാന്തിക് സ്പിരിച്വലിസം ഒക്കെയാണ് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു വേദാന്തിയൊക്കെയാണ് അദ്ദേഹം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ അതോടൊപ്പം തന്നെ ആധുനിക ശാസ്ത്രചിന്തയും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഒരു കുട്ടിയുടെ മെന്റൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ആവശ്യങ്ങളെയാണ് അത് അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കൺട്രി, ഒരു സമൂഹത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ആവശ്യങ്ങളെയും അത് കാറ്റർ ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി. ഒരു വ്യക്തിയുടെ ശാരീരിക വികാസം മാത്രമല്ല, നമ്മൾ ഈ അഴുക്ക് കളഞ്ഞുകൊണ്ട് ശുദ്ധിയിലെത്തിക്കുക എന്നൊക്കെ പറയുന്ന, ശിലയുടെ അഴുക്ക് കളഞ്ഞുകൊണ്ട് ശില്പം ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ആ ഒരു മോൾഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ ഈ വ്യക്തിത്വമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ്. ഈ ഡിസ്കവറി പോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ള നമ്മൾ ആത്മനെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്യൂരിറ്റി പോലുള്ള സംഗതികളൊക്കെ വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ദ്രിയങ്ങളെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് ഓഫ് സെൻസസ് എന്ന് പറയുന്ന, അതുവഴിയാണ് ഇന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പാവുക. അപ്പൊ ഇന്ദ്രിയ പരിശീലനം നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്, മനസ്സിനെ പരിഭാഗം ചെയ്യുകയും മനസ്സിനെ പരിശുദ്ധമാക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള മെന്റൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമാണ് അദ്ദേഹം. കൾട്ടിവേഷൻ ഓഫ് മെമ്മറി എന്നൊക്കെ, മെമ്മറി, തിങ്കിങ്, റീസണിങ്, അല്ലെങ്കിൽ ഇമാജിനേഷൻ, ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള മനസ്സിന്റെ പലതരം ശേഷികളെ വികസിപ്പിക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ്. മോറൽ എഡ്യൂക്കേഷൻ അദ്ദേഹം പ്രധാനമായിട്ടും ഊന്നുന്നത് എന്നുള്ളത് നേരത്തെ പറയണ്ടായി. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ആത്മബോധത്തെ വികസിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഉണ്ടാവേണ്ടത്. ആ വികസിപ്പിക്കുക എന്ന് പറഞ്ഞ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത്. പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞ ഫിലോസഫേഴ്സിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു ശ്രീ അരബിന്ദോ എന്ന് പറയുന്നത്. ശ്രീ അരബിന്ദോ ഘോഷ് അദ്ദേഹത്തിന്റെ കരിക്കുലം എന്ന് പറയുന്നത് ഈ പറയുന്നതുപോലെ പ്രധാനമായിട്ടും സ്പിരിച്വൽ ഡെവലപ്മെന്റിൽ ഊന്നിയിട്ടുള്ളൊരു വിദ്യാഭ്യാസം, ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ മോട്ടിവേഷൻ, അതിനൊക്കെ ഊന്നിയിട്ടുള്ളൊരു സംഗതിയാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ഈ പറഞ്ഞതുപോലെ കുട്ടിയുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്, അതോടൊപ്പം തന്നെ മാതൃഭാഷാ കേന്ദ്രിതമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, സഹാനുഭൂതിയോ കലർന്ന സമീപനം എന്നൊക്കെ പറഞ്ഞത് വേണം എന്നുള്ള ടീച്ചിങ് ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻട്രസ്റ്റ് ബേസ്ഡ്, കുട്ടികളുടെ അഭിഭാവങ്ങൾക്കും അഭിരുചികൾക്കും അനുസരിച്ചുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, സെൽഫ് എക്സ്പീരിയൻസിലൂടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നൊക്കെ പറയുന്ന ഒരുതരം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ലേണിംഗ് പോലുള്ള കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ടും സെൻസറി അപ്രോച്ച് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവും. ഓക്കെ, എന്തായാലും 2 ചോദ്യങ്ങൾ കൂടെ നമുക്ക് പോവാം. യോഗ മനുഷ്യനെ സൂപ്പർമാൻ ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞത് ആര് എന്നുള്ളതാണ്. അരബിന്ദോ ഘോഷാണ് ഉത്തരം എന്ന് പറയാം. അരബിന്ദോയുടെ കരിക്കുലത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ്: ശാസ്ത്രം, കായിക വിദ്യാഭ്യാസം, യോഗ, മനഃശാസ്ത്രം, സാഹിത്യം, വേദം, ആക്ടിവിറ്റീസ്, ആർട്ട്, യോഗ, ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ, കലകൾ, യോഗ, ജീവിത നൈപുണികൾ, അതുപോലെ തന്നെ
കലാ, സാഹിത്യം, ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെ ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ജീവിത നൈപുണികളും അതുപോലെ തന്നെ യോഗയും കലയും പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്ന ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒന്നിനകത്ത് ശാരീരികം, മാനസികം, സാമ്പത്തികം, ആത്മീയം, ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തികം എന്നുള്ളതാണെന്ന് അതാണ്. ഓക്കെ, അവസാനമായിട്ട് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് 2 കാര്യങ്ങൾ കൂടെ പറയാം. ഈ പറയുന്നത് പോലെ അദ്ദേഹവും ഒരു ഈ പറയുന്ന ഒരു ഹിന്ദുയിസത്തിന്റെയൊക്കെ അല്ലെങ്കിൽ അത്തരം ഒരു ഇന്ത്യൻ മാനവികതാവാദത്തിന്റെ ഭാഗമായിട്ട് തന്നെ എന്നാൽ നിശ്ചയമായിട്ടുള്ള ആധുനിക ലോകബോധത്തിന്റെയും ഒരു സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നറിയാം. പക്ഷെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ദർശന പരിസരത്തെയും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലാണ് പ്രധാനമായിട്ടും വിവേകാനന്ദൻ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും ആ അർത്ഥത്തിലുള്ള ഒരു എന്താ പറയാ വിദ്യാഭ്യാസ സെൽഫ് റിലയൻസിന്, ആത്മസാക്ഷാത്കാരത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു വിദ്യാഭ്യാസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസത്തിലും സങ്കല്പത്തിലും ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തുള്ള ഒരാളെ അല്ലെങ്കിൽ ഇന്നർ സെൽഫിനെ കണ്ടെത്തുന്ന ഒരു വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന വളരെ എന്താ പറയാ ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സങ്കല്പത്തിനകത്ത്. അദ്ദേഹം ഒരു വേദാന്തിയായിരുന്നു. നിയോവേദാന്തം, നവവേദാന്ത പദ്ധതി എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ പ്രായോഗിക ആത്മീയവാദം എന്നൊക്കെ പറഞ്ഞ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി എന്നതൊക്കെ ഒരു വക്താവാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. സ്പിരിച്വൽ ഫ്രീഡം പോലുള്ള ആശയങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് അകത്ത് തന്നെയുള്ള ഒന്നിന്റെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഫ്രം ഇംപെർഫെക്റ്റ് ടു പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ എഴുതുക മറ്റു സംഗതികളല്ല. ക്യാരക്ടർ ഫോർമേഷൻ അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് ഇന്റലിജൻസിന്റെ വളർത്തിലൊക്കെ ആയിരിക്കണം. മാൻ മേക്കിംഗ് പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. നല്ല വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കലാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ മെന്റൽ ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മോറൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ക്യാരക്ടർ ഫോർമേഷൻ, വ്യക്തിത്വ രൂപീകരണം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടാക്കിയെടുക്കുക, ആത്മധൈര്യവും വിശ്വാസവും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന ഒരാശയം ആ സമയത്ത് വളരെ പ്രബലമാണ്. ആ ഒരു ഫിയർലെസ്നെസ് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ആധുനികമായിട്ടുള്ള ഒരു പൗരത്വം എന്ന് പറയുന്ന ഒരു ആശയം. അതോടൊപ്പം തന്നെ ഒരു നിർഭയമായിരിക്കുക എന്ന് പറയാനും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു ആശയം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട അത്ര ഒരു കാര്യം ഈ പറഞ്ഞ ഇൻക്ലൂഷൻ ഓഫ് മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതും ഈ ഭൗതികമായ മുന്നേറ്റങ്ങൾക്ക് അത് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ കൂടിയായിരുന്നു. അത്തരം ഒരു തരം എന്താ പറയാ സ്വാംശീകരണം അദ്ദേഹം ഒരു ഇന്ത്യൻ ഫിലോസഫർ ആയിരിക്കാൻ തന്നെ ഉണ്ട് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള പല ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കരിക്കുലാണ്. അവിടെ ഭാഷയുണ്ട്, സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ആർട്ട് ഉണ്ട്, കൃഷിയുണ്ട്, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസമുണ്ട്, വ്യവസായമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അതോടൊപ്പം തന്നെ റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ, ഫിലോസഫി, അതുപോലെ തന്നെ നമ്മുടെ മതഗ്രന്ഥങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരിശീലനങ്ങൾ, കോകരിക്കുലർ ആക്ടിവിറ്റി ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സങ്കല്പമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പഴയ ഗുരുകുല സമ്പ്രദായം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. യോഗയും മറ്റു ചില കാര്യങ്ങൾ, സെൽഫ് ലേണിംഗ് പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ വ്യക്തിക്ക് പ്രാധാന്യം നൽകുക എന്ന് പറയുന്ന അല്ലെങ്കിൽ മെന്റർ, ടീച്ചർ ആസ് എ മെന്റർ എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫി ആയിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. ഓക്കെ, 1-2 ചോദ്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിവേകാനന്ദനുമായി ബന്ധപ്പെടുത്തി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഏതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമല്ലാത്തത് എന്നതാണ്? മനുഷ്യനെ നിർമ്മിക്കലും സ്വഭാവ രൂപീകരണവും, ഭൗതികവും സാമൂഹികവുമായ പുരോഗതി, ശാരീരികവും മാനസികവുമായ വികാസം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. നമുക്ക് ഇത്തരം പറഞ്ഞതിന്റെ തുടർച്ച നമുക്ക് കിട്ടും. ഇത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഭൗതികവും സാമൂഹികവുമായ പുരോഗതി. പക്ഷെ വിവേകാനന്ദൻ അതിനെ കുറിച്ച് ദശമുഖത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യം ഓർമ്മയുണ്ടാവണം. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഭൗതികവും ആത്മീയ ലോകം തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. ഏതാണ് കൂടുതൽ ഏതാണെന്നുള്ളതാണ് അതിനകത്തുള്ള ഉത്തരവും ഈ പറഞ്ഞതുപോലെ ഭൗതികം ആത്മീയം എന്ന് പറയുന്ന ഒരു വേർതിരിവ് തന്നെ ഒരു നിത്യാബോധമാണ് എന്നതാണ് അദ്ദേഹം
മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചോദ്യത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഏത് പഠന സമ്പ്രദായമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്നതാണ്. ഗുരുകുല സമ്പ്രദായത്തെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്കറിയാം. എന്നാൽ സ്വയം പഠനം, യോഗ, ധ്യാനം, പ്രായോഗിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, സ്കൂളിംഗ് ഉണ്ട്, പ്രഭാഷണങ്ങൾ, വായനയുണ്ട്. ഇതൊക്കെ പലതരത്തിലും നമുക്ക് പല എലമെന്റുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ വിവേകാനന്ദനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ആപ്റ്റായ ആൻസർ എന്ന് പറയുന്നത് സ്വയം പഠനം, യോഗ, ധ്യാനം, പ്രായോഗിക പ്രവർത്തനങ്ങൾ എന്നിവയാണ്. ഓക്കെ, എന്തായാലും ഇത്രയും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഫിലോസഫേഴ്സിനെ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോഡ്യൂൾ നമുക്ക് തൊട്ടടുത്ത ഒരു ക്ലാസ് നമ്മൾ പറകിലാണ്, ലൈവ് ക്ലാസ്. അത് മറ്റെന്തെങ്കിലും സന്ദർഭത്തിൽ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു തുടർച്ചയിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതിനാണെങ്കിൽ നമ്മളൊരു ലൈസൻസിന്റെ ഒരു ക്ലാസ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് വേറെ ദിവസം മാറ്റി വെച്ചുകൊണ്ടോ നമ്മൾ ആ സമയം കീപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ ഇന്ന് നമ്മൾ ചെയ്ത ക്ലാസ്സിന്റെ മെറ്റീരിയലും അതോടൊപ്പം തന്നെ അടുത്ത 3 യൂണിറ്റിന്റെയും മെറ്റീരിയലും നിങ്ങൾക്ക് നാളെ ലഭ്യമാവും. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ കൂടെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് നാളെ ഒരു പരീക്ഷയും ഉണ്ടാവും. നിങ്ങളത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അതാവാം, സമയം ഉപയോഗിക്കാൻ തോന്നുന്നു.